നീ ഇങ്ങോട്ട് വന്നത് ഞാൻ കണ്ടു. അതാ വന്നത്. എങ്ങനെയുണ്ട് ഇപ്പൊ അമ്മയ്ക്ക്? ഒരു മാറ്റമില്ല തങ്കച്ചി. ദൈവം എന്നെ പരീക്ഷിക്കുകയാണെന്ന് തോന്നുന്നു. ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് സ്വസ്ഥത കിട്ടില്ല. സന്തോഷിക്കാൻ പറ്റുന്ന ഏത് സന്ദർഭം ഉണ്ടായാലും അപ്പ ദൈവം കയറി പാരോചിച്ചാണ്. അതിനിപ്പോ എന്ത് സംഭവിച്ചു എന്നാ? എടാ, മരിക്കാൻ പോയ നിന്റെ അമ്മ മരിക്കാതെ തിരിച്ചു വന്നില്ലേ? അതിന് ദൈവത്തോട് നന്ദി പറയല്ലേ വേണ്ടത്. എന്റെ ടെൻഷൻ തങ്കച്ചിക്ക് പറഞ്ഞ മനസ്സിലാവില്ല. എന്താടാ, എന്തേലും കുഴപ്പമുണ്ടോ? അമ്മ തിരിച്ചു വന്ന നിനക്കെന്തേലും തട്ട് കിട്ടുമോ? അതെന്താ അങ്ങനെ ചോദിച്ചത്? അല്ല, നിന്റെ സംസാരം കേട്ട് അങ്ങനെ തോന്നും. സംഗതി സിദ്ധു അകത്തായെങ്കിലും ഞാനിപ്പോഴും വിശ്വസിച്ചിട്ടില്ല അവനാ അത് ചെയ്തതെന്ന്. സത്യം പറ, നിന്റെ എന്തെങ്കിലും ഇടപാടുണ്ടോ ആ അപകടത്തിൽ? തങ്കച്ചിക്ക് ബോധം എന്ന് പറഞ്ഞ സാധനമില്ലേ? എന്റെ അമ്മ ഞാൻ കൊല്ലാനും. ഉള്ളത് പറയട്ടെ, നീ അതും ചെയ്യും, അതിനപ്പുറവും ചെയ്യും. നിനക്ക് സ്വന്തം ബന്ധങ്ങളൊന്നും പ്രശ്നമില്ലെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയതല്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറഞ്ഞാൽ നമുക്കതിനുള്ള പരിഹാരം ഉണ്ടാക്കാം. എന്റെ പൊന്ന് തങ്കച്ചി, തങ്കച്ചി കരുതുന്ന പോലല്ല എന്റെ പ്രശ്നം. അമ്മ ഇങ്ങനെ അനിശ്ചിതമായിട്ട് കിടന്ന കാശ് എത്ര ചെലവാകുമെന്ന് അറിയാമല്ലോ. കൊടുക്കാൻ്റെ കാശ് വേണ്ട. ആകെ ഒരു ആശ്വാസം തങ്കച്ചി സഹായിക്കുമെന്നുള്ള. ഒരിക്കൽ ഞാനങ്ങനെ പറഞ്ഞിട്ടുണ്ട്, നേരെ. അതൊരാവേശത്തിൽ പറഞ്ഞതാ. നീ അത് സീരിയസ് ആയിട്ട് എടുക്കണ്ട. എനിക്കറിയാം, കാര്യത്തോട് അടുക്കുമ്പോ എല്ലാവരും എന്നെ കൈ ഒഴിയുമെന്ന്. എനിക്കങ്ങനെ ഓടിപ്പോൻ പറ്റില്ലല്ലോ. എൻ്റെ അമ്മയല്ലേ. എനിക്കൊറ്റ പ്രാർത്ഥനയുള്ളൂ, രണ്ടിലൊന്ന് ദൈവം തീരുമാനിക്കും. ഒന്നെങ്കിൽ രക്ഷപ്പെടുത്തണം, അല്ലെങ്കിൽ എടുക്കണം. ഇങ്ങനെയിട്ട് കഷ്ടപ്പെടുത്തുക ശരിയല്ല ഞാൻ പറഞ്ഞത്. ഏതൊരു മകനും അങ്ങനെ ചിന്തിക്കും. ഒരു മിനിറ്റ്. എന്താ സ്വാമി? തങ്കച്ചിപ്പ് എവിടെയുള്ളത്? ഞാൻ ആശുപത്രി വരെ വന്നതാ. എന്തേ? എത്രയും പെട്ടെന്ന് സ്റ്റേഷൻ വരെ ഒന്ന് വരണം. അതെന്താ, തന്നെ പോലീസ് പിടിച്ചോ? അല്ലല്ല, ആ വിലാസിനില്ലേ, ശരത്തിന്റെ മുത്തശ്ശി, സ്വന്തം മരുമകളെ കാണാനില്ല എന്ന് പറഞ്ഞ് അവരവിടെ സത്യാഗ്രഹിക്കും. ആണോ? എന്നിട്ട് നാട്ടുകാരെ അറിഞ്ഞ നാറ്റക്കേസാണ്. ന്യൂസ് പരക്കണതിന്റെ മുന്നേ എങ്ങനെയെങ്കിലും ഇതൊന്ന് ഒതുക്കി തീർക്കും. തങ്കച്ചി വിചാരിച്ചാലേ അത് നടക്കൂ. ശരി സ്വാമി, ഞാൻ എന്തേലും ചെയ്യാം. താൻ ഫോൺ വെച്ചോ. ആ ശരി. നിന്റെ മുത്തശ്ശിക്ക് എന്തിന്റെ കേടാ? പാർവതിയെ കാണാനില്ലെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷന് മുന്നിൽ സത്യാഗ്രഹം ഇരുന്ന പ്രശ്നം തീരുന്ന് ആരാ അവരെ ഉപദേശിച്ചത്? സത്യാഗ്രഹം? അതെ, എത്രയും പെട്ടെന്ന് അത് അവസാനിപ്പിക്കണം. അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന എന്താണെന്ന് അറിയാലോ. നല്ല രീതിയിലൊരു അന്വേഷണം വന്നാ നമ്മൾ രണ്ടുപേരും തൂങ്ങും. അത് അപകടമാ തങ്കച്ചി. ഒരു ഭാഗത്ത് അമ്മ, മറുഭാഗത്ത് സത്യാഗ്രഹം. എനിക്ക് ഒരിക്കലും മനസ്സമാധാനം കിട്ടില്ല. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. നേരെ അങ്ങോട്ട് പോവാം. ആരാന്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാലേ കാണാൻ നല്ല ഭംഗിയാണല്ലോ. ഇടപെട്ട് വഷളാക്കാൻ പലരും ശ്രമിക്കും. അതിനു മുമ്പ് നമ്മൾ അവിടെ എത്തണം. നീ വാ, വരാൻ. അറിഞ്ഞല്ലോ അല്ലേ, ആ വിലാസിനി മുത്തശ്ശി പോലീസ് സ്റ്റേഷന്റെ മുൻപിൽ സത്യാഗ്രഹം തുടങ്ങി. അവരിത് എന്ത് ഭാവിച്ച? സത്യാഗ്രഹം ഇരുന്ന കാണാതെ പോയ ആളെ തിരിച്ചു കിട്ടുമോ? നിനക്കെന്താ അവരങ്ങനെ ചെയ്താല്? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ പാർവതിയെ കാണാതായ പിന്നിൽ നീയാണെന്ന്. പലരെയും സംശയിക്കണം സാർ.
അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ആ ചിന്ത കൈ തന്നെ അങ്ങ് വെച്ചാ മതി.